ഹായ് ഓൾ. ഇന്നത്തെ റെസിപ്പി ഞാൻ വന്നിട്ടുള്ളത് ഒരു ബേക്കറി ബിസ്ക്കറ്റ് എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കുന്നതാണ്. ഈസി ആണ്, വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ഭയങ്കര സോഫ്റ്റുമാണ്. പൗഡറി ബിസ്ക്കറ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ പണിയേലും ഈ ബിസ്ക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര ആദ്യം പൊടിക്കാൻ ഇടണം മിക്സർ ജാറിലേക്ക്. അതിൻ്റെ കൂടെ തന്നെ ഏലക്കായും ഇട്ടിട്ട് അത് നല്ലോണം പൊടിച്ചെടുക്കുക പൗഡർ പോലെ. ഇതിന് ഇപ്പോൾ മിക്സ് വേണ്ടത് 2 കപ്പ് കടലപ്പൊടിയും മൈദ മാവുമാണ്. എന്നിട്ട് ഷുഗർ ആദ്യം പൊടിച്ച് വെച്ച പഞ്ചസാര ഏലക്കായ അടക്കം ഉള്ളത് ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടലപ്പൊടി എന്ന് പറയുമ്പം എല്ലാവരും വിചാരിക്കും ഇത് പക്കോട ഉണ്ടാക്കുന്ന കടലപ്പൊടിയില്ല. അത് തന്നെയാണ്, സെയിം കടലപ്പൊടിയാണ്. എനിക്കും ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആക്കി നോക്കുമ്പോഴേക്ക് അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മൈദയും കടലപ്പൊടിയും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൻ്റെ കൂടെ തന്നെ 100 ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത്. ഇത് മെൽറ്റാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലോണം കുഴച്ച് കൊടുക്കാം. കുഴച്ച് കൊടുക്കുമ്പം നമ്മളെ പുട്ടിൻ്റെ പൊടിയൊക്കെ പുട്ടിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുഴച്ച് എടുക്കുന്നില്ലേ, അതുപോലെ നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി യൂസ് ചെയ്യുക. ഞാനിപ്പോൾ കൈകൊണ്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഇതുപോലെ ഒരു പുട്ടിൻ്റെ മാവ് ഇതുപോലെ കാണും. ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് ബേക്കിംഗ് പൗഡർ ഉപ്പും കൂടി ചേർക്കുന്നത്. ഇത് എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ തന്നെ ഇതിന് പാലൊന്നും യൂസ് ചെയ്യുന്നില്ല, വെള്ളം യൂസ് ചെയ്യുന്നില്ല. ഇത് ഗീയാണ് ഫുൾ കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഈ ക്രമ്പിൾ കണ്ട് ഇങ്ങനെ ആയിട്ട് വരും. ഇങ്ങനെ മാവല്ല, പക്ഷേ ഞങ്ങളിങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ അത് സെറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ബോളാക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ അതിങ്ങനെ നമുക്കൊരു മിക്സ്ചർ സെറ്റായി കിട്ടും. കുറച്ചൊന്ന് പൊടിഞ്ഞ് പോകുന്നതാണെങ്കിൽ അത് കുഴപ്പമില്ല, കാരണം ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ക്രഞ്ചി പൊടിഞ്ഞ പോലെ ഒരു ബിസ്ക്കറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടി കുഴക്കുന്ന പോലെ തന്നെ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ, ഞാനിപ്പം കൈ കൊണ്ടാണ് ഇത് റൗണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നല്ല കുറച്ചൊന്ന് പ്രഷറാക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ സൈഡൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് ക്രാക്കാവും. അത് കുഴപ്പമില്ല, കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചെയ്യാം. എന്നിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് ഞാനിവിടെ ആൽമണ്ട്സാണ് മേലെ ഇട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ ഷേപ്പാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൽമണ്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഇത് എന്നിട്ട് ഞാൻ ട്രേയിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യുമ്പം കുറച്ചൊന്ന് പ്രഷർ കൂട്ടണം, കാരണം ഈ ഡഫ് എന്ന് പറയുമ്പം കുറച്ച് ടൈറ്റായിട്ടുള്ള ഡഫാണ്. അപ്പോൾ ഇങ്ങനെ ക്രാക്കാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അന്നേരം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ കുക്കീസ് ഡഫെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് നല്ല സെറ്റാക്കി കൊടുക്കാം. ഓവൻ ആദ്യം പ്രീഹീറ്റ് ചെയ്യണം. ഒരു 180 ഡിഗ്രീസിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാനിതിപ്പോൾ 180 ഡിഗ്രീസിൽ ഒരു 20-25 മിനിറ്റ്സാണ് ഇത് എടുത്തിട്ടുള്ളത്. ഓരോ ഓവനിൽ ഓരോ ടൈമിംഗ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഹാഫ് ചെയ്തു, ഇനി പകുതി കുറച്ചും കൂടി ചെയ്യാനുണ്ട്, ബേക്ക് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പം ഇത് അടിപൊളി കുക്കി റെസിപ്പിയാണ്. നിങ്ങൾക്ക് സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ കുറച്ചൊന്ന് വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയി വരുമ്പം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഓരോ ഓവനിൽ ചെയ്യുമ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം 20-25 മിനിറ്റ്സിലേക്ക് ഓവൻ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി നോക്കി വെക്കുക. അപ്പോൾ ഫേം ആയിരിക്കും, ഡഫ് സോഫ്റ്റ് ആവില്ല, നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ ആ ടെക്സ്ചർ തന്നെ ആവും. അടിപൊളി ബിസ്ക്കറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് ആക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബേക്കറി പോയിട്ട് വാങ്ങേണ്ട ആവശ്യം വരില്ല, അത്രയും ടേസ്റ്റാണ്. ഇതാക്കിയിട്ട് എനിക്ക് ഒരു 2 ദിവസം കൊണ്ട് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് സബ്സ്ക്രൈബ്